ഈമാനോടെ മരിക്കാനുള്ളൊരു വഴി പറഞ്ഞുതരോ? എനിക്ക് മുഅ്മിനായി മരിക്കണം, ഈമാൻ പതറിപ്പോകാൻ പാടില്ല, ഈമാനോടെ മരിക്കാനുള്ള ഒരു മാർഗമൊന്ന് പറഞ്ഞു തരൂ മഹാനവറുകളെ എന്ന് ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖൗലാനി റളിയല്ലാഹു തആല ചോദിക്കുന്ന സംഭവമാണ് ഈ പറയുന്നത്. അപ്പൊ ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്താണെന്നറിയോ? മറുപടിയായി പറയുന്ന രസകരമാണ്. ഞാൻ ഇതേ ചോദ്യം 1000-ൽ പരം അമ്പിയാക്കളോട് ചോദിച്ചിട്ടുണ്ട്. കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ 1000-ൽ പരം അമ്പിയാക്കളോട് ഈ വിഷയം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പൂർണ്ണമായൊരു മറുപടി കിട്ടിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഒരു വേള ഞാൻ ഹത്താ അദ്റക്തു മുഹമ്മദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ലോകത്തിന്റെ ഗുരുനാഥനായ സറഫുൽ മുസറഫായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ എത്തിച്ചപ്പോ, അവിടുത്തെ കണ്ടപ്പോ ഞാൻ ഈ വിഷയം ചോദിച്ചു. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഴിയുണ്ടോ നബിയെ, മുഅ്മിനായി മരിക്കാൻ മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. فقال النبي صلى الله عليه وسلم من صلى صلاة الفجر ويجلس بعدها ويقرأ آية الكرسي وآمن الرسول. അവിടുന്ന് പറയാ, വഴിയുണ്ട്, മുഅ്മിനായി മരിക്കാനല്ലേ, ആ ഒരു പ്ലാൻ നടക്കാനല്ലേ, ആ ഒരു ഉദ്ദേശം നടക്കാനല്ലേ വഴിയുണ്ട്. എന്താ വഴി? നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പരിശുദ്ധമായ ആയത്തുൽ കുർസി പാരായണം ചെയ്യൂ. ആമന റസൂൽ എന്ന് പറയുന്ന പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തുണ്ടല്ലോ ആമന റസൂൽ, അറിയപ്പെട്ടതല്ലേ. ആമന റസൂൽ നിങ്ങൾ പാരായണം ചെയ്യും. കറാത്തൻ മറാത്തൊന്നും വേണ്ട, ഒറ്റവട്ടം പാരായണം ചെയ്താൽ മതി. ആയത്തുൽ കുർസിയും ആമൻ റസൂലും നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഓത്, ആയത്തുൽ കുർസി ഓത്, ആമൻ റസൂൽ പാരായണം ചെയ്യേ. എന്നിട്ട് എന്ത് ചെയ്യുക? പരിശുദ്ധമായ ആലു ഇമ്രാൻ സൂറത്തിലെ 18-ാമത്തെ ആയത്ത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം എന്ന് പറയുന്ന സൂറത്തു ആലു ഇമ്രാന്റെ 18-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുക. ശേഷം ഒരായത്ത് കൂടെ സൂറത്തു ആലു ഇമ്രാനിന്റെ തന്നെ 26-ാമത്തെ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിലുൽ മുൽക മിമ്മൻ തശാഉ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന സൂറത്തു ആലു ഇമ്രാനിലെ 26-ാമത്തെ ആയത്ത് കൂടെ പാരായണം ചെയ്യും. അത് നിങ്ങൾ ഇങ്ങനെ പതിവാക്കി കൊണ്ടുവരൂ. എന്നാൽ നിങ്ങൾക്ക് ഈമാനോടെ മരിക്കാം, നിങ്ങൾ ബേജാറാകണ്ട. ഈമാനോടെ മരിക്കാം എന്നതിൽ നിങ്ങൾക്ക് പ്രയാസം വേണ്ട, വിഷമം വേണ്ട. യഖ്റുജു മിനദ് ദുനിയാ ബിൽ ഈമാൻ, ഇത്തരക്കാർക്ക് ഈമാനോടെയാണ് ഇത്തരക്കാർ ഭൂമിയിൽ നിന്ന്, ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു വീഴൂ എന്ന് പ്രിയപ്പെട്ടവരെ ഹദീസുകളുടെ വെളിച്ചത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ സൂചിപ്പിച്ച ആയത്തുൽ കുർസി, ആമന റസൂൽ, അതേപോലെ തന്നെ ഷഹിദല്ലാഹു, അതേപോലെ തന്നെ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, ഈ ആയത്തുൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പതിവുള്ളവർ തുടരുക, പതിവില്ലാത്തവർ കൃത്യമായി ഇത് ഒരു വട്ടമെങ്കിലും